അതിൽപ്പിള്ള ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. പോയിന്റ് 2-വിൽ നിന്ന് മാർക്ക് ചെയ്ത പോയിന്റ് 2-വിൽ നിന്ന് ആ ലോറി കണ്ടെത്തിയിരിക്കുകയാണ്. ആ വിവരങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ആദ്യ പ്രതികരണം എങ്ങനെയാണ്? ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് മാം. ബിക്കോസ് ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ ഈ ഒരു സംഗതി വന്ന് എത്തിയത്. പിന്നെ അത് ഒരു മൾട്ടി ഏജൻസി മൾട്ടി സ്റ്റേറ്റ് ഇവന്റ് ഒരു ഓപ്പറേഷൻസ് ആയിരുന്നു. സോ ഇത്രയും ഏജൻസീസ് ഉണ്ടായിട്ട് വി ടുക്ക് 70 days. ബട്ട് എൻഡ് ഓഫ് ദ ഡേ വി ആർ ഹാപ്പി ദാറ്റ് ഈ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ കിട്ടി, ഒരു എൻഡിങ് ആയി. തീർച്ചയായിട്ടും അവിടെ നിന്നും അല്പസമയം മുമ്പ് MLA പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഇത്രയും നാൾ സൂചിപ്പിച്ചതൊക്കെ പോലെ തന്നെ അത്രത്തോളം കഠിനമായിരിക്കുമല്ലേ ഇപ്പോൾ ഓരോ ദൗത്യം നടന്നത്. കാരണം ഈ ലോറി ഉയർത്താൻ പോലും എത്രത്തോളം ആ ഒരു ക്യാബിൻ ഭാഗം മാത്രം ഉയർത്താൻ പോലും ഉള്ള ദൗത്യം അത് എങ്ങനെയായിരുന്നു എന്ന് അല്പസമയം മുമ്പ് MLA പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ദുഷ്കരമായിരുന്നു ഈ ദൗത്യം, വലിയ ദുരന്തമാണ് ഉണ്ടായത് എന്ന് ആ ഒരു ലോറിയുടെ ക്യാബിൻ അത് അത്രയും ഉയർത്തുമ്പോൾ പോലും നമുക്ക് വ്യക്തമാവുകയാണല്ലേ? യെസ് ലോറി, ബിക്കോസ് അത് കഴിഞ്ഞിട്ട് ലോറി അത്രയും ഡെപ്ത് അവിടെ അത്രയും ഡെപ്ത് ഇല്ലാഞ്ഞിട്ടൂടെ നമുക്ക് ഈ ലോറിയെ കാണാൻ പറ്റിയില്ല. സോ അപ്പം ഈ ട്രക്കിന്റെ മണ്ടയ്ക്ക് വന്ന ഡെബ്രീസ് അത്രയും ഡെബ്രീസിന്റെ അടിയിലായിരുന്നു. സോ അത് ട്രക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എത്ര ഡെബ്രീസ് ആണ് ഇതിന്റെ മണ്ടയ്ക്ക് കിടന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അർജുന്റെ എന്തെങ്കിലും നിർണായക വിവരം ലഭിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മറ്റു കാര്യങ്ങൾ ഇനിയും ആൾക്കാരെ കണ്ടെത്താനുണ്ട്. അങ്ങനെയുള്ള ദൗത്യമൊക്കെ അവിടെ ഇനിയും തുടരാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ? എത്രത്തോളം ദുഷ്കരമാണ്. കാരണം ഇപ്പോഴും അവിടെയും കാലാവസ്ഥ അല്പം പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ലോറി ഉയർത്തുന്ന ഒരു കാര്യം പറയുമ്പോൾ പോലും ഇടയ്ക്ക് താഴ്ന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ആ ദൗത്യമൊക്കെ ഇനിയും കൂടുതൽ മുന്നിലേക്ക് പോകേണ്ടതായിട്ടുണ്ടല്ലേ? കാരണം നമ്മൾ അർജുനെ മാത്രം പറയുന്നു, പക്ഷേ ഇനിയും ആൾക്കാരെ ലഭിക്കാനുമുണ്ട്. യെസ് മാം, അത് എന്തായാലും അവരുടെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ DC അവർക്കൊരു ഇതിന്റെ ഒരു പ്ലാൻ 100% അവരുടെ അടുത്ത് കാണും മാം. സോ ദേ വിൽ അക്കോർഡിംഗ്ലി മുമ്പോട്ട് അത് പോകും മാം, അവരുടെ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ, ആസ് പെർ ദ പ്ലാൻ മാം. തീർച്ചയായിട്ടും ഇപ്പോൾ അർജുന്റെ ഈ ഒരു കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇനി മുന്നിലേക്കുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ടോ ഇതിൽ? കാരണം ലോറിയുടെ ക്യാബിൻ ലഭിച്ചിരിക്കുന്നു, ശരീരഭാഗങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇനി അർജുനെ മാത്രം കേന്ദ്രീകരിച്ചു കൂടുതൽ മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ടോ? ഉണ്ടാവുമോ? അതോ ഇതോടുകൂടി നിർത്താനുള്ള ഒരു സാഹചര്യമായിരിക്കുമോ അവിടെ? ഈ കോൾ നേവിയുടെ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഡൈവിങ് ചെയ്യുക, ലൊക്കേഷൻ കണ്ടെടുക്കുക, അത് കഴിഞ്ഞിട്ടുള്ള എവല്യൂഷൻസ് എല്ലാം ഇത് ചെയ്തതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റാണ്. അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ്, അവിടുത്തെ DC. സോ അവരായിരിക്കും ഇതിനെ പറ്റി ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ആൻസർ അവർക്ക് തരാൻ പറ്റുള്ളൂ. ഓക്കെ, വളരെ നന്ദി ശ്രീ അതുൽ പിള്ള പ്രതികരിച്ചതിന്.